ഈ ഡെലിവറി ബോയ് ഒരു മുത്തശ്ശിക്ക് ഫുഡ് ഡെലിവറി ചെയ്യാനായി വന്നിരിക്കുന്നു. അപ്പോൾ അവൻ അറിയാതെ അവരുടെ ഡോഗിനെ കാണാൻ ഫണ്ണി ആയിട്ടുണ്ടെന്ന് പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന മുത്തശ്ശി അവന് കൊടുക്കാനായി കൊണ്ടുവന്ന ടിപ്പ് തിരികെ കൊണ്ടുപോകുന്നു. നോക്കുമ്പോൾ അടുത്ത ദിവസം തന്നെ ആ മുത്തശ്ശി റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഉടനെ അവരുടെ ഡോഗ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ കുരയ്ക്കാൻ തുടങ്ങുന്നു. ഭാഗ്യത്തിന് അതുവഴി പോവുകയായിരുന്ന ഡെലിവറി ബോയ് അവരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ആരും ആ ഡോഗിനെ പറ്റി ഓർത്തില്ല. ആംബുലൻസിന് പുറകെ ഓടാൻ തുടങ്ങിയ ഡോഗ് കുറച്ചു ദൂരം മുന്നോട്ടെത്തിയതും ക്ഷീണിച്ചു നിന്നു പോകുന്നു. അതിനുശേഷം അത് കണ്ടിന്യൂസ് ആയി മുത്തശ്ശിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ വിശന്ന അവശനായ ആ ഡോഗ് ഒരു ചിക്കൻ ഷോപ്പിന് മുന്നിൽ വന്ന് നോക്കി നിൽക്കുന്നു. പക്ഷെ ഷോപ്പ് ഓണർ അതിനെ കണ്ടതും ഓടിച്ചു വിടുന്നു. അതുകൊണ്ട് പേടിച്ചുപോയ ഡോഗ് റോഡിന് നടുവിലേക്ക് ഓടിയതും ഒരു കാർ അതിനെ ഇടിക്കാനായി വരുന്നു. ഭാഗ്യത്തിന് കറക്റ്റ് ടൈമിൽ തന്നെ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയത് കൊണ്ട് ആ ഡോഗ് രക്ഷപ്പെടുന്നു. അടുത്ത ദിവസം ഒരു ഫാമിലി ആ ഡോഗിനെ കാണുന്നു. അപ്പോൾ അവരുടെ മകൾ ജിയു ആ ഡോഗിനെ നമുക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു. പക്ഷെ അതിന്റെ ഡ്രസ്സും കോളറും കണ്ടപ്പോൾ തന്നെ അതിന് ഓൾറെഡി ഓണർ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. എന്നാലും ജിയുവിന്റെ അച്ഛൻ ആരെങ്കിലും അതിനെ അന്വേഷിച്ചു വരുന്നത് വരെ നമുക്ക് തന്നെ അതിനെ വളർത്താമെന്ന് പറയുന്നു. ജിയു അതിനെ വളരെ സന്തോഷത്തോടെ നോക്കുന്നു. പക്ഷെ ഒരു പ്രാവശ്യം പോലും അവൾ അതിനെ കുരയ്ക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം അവളെ അവിടേക്ക് ദത്തെടുത്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അവൾക്ക് എപ്പോഴും അവർ തന്നെ ഹോസ്റ്റലിലേക്ക് തിരിച്ചയക്കുമോ എന്ന പേടിയുണ്ട്. പക്ഷെ പാരന്റ്സിന്റെ സ്നേഹം കുറച്ചായി അവളുടെ പേടിയെ ഇല്ലാതാക്കുന്നു. അതേസമയം ഹോസ്പിറ്റലിൽ കണ്ണു തുറന്ന മുത്തശ്ശി ഡോഗ് മിസ്സായതറിഞ്ഞ് ഷോക്കാവുന്നു. അതുകൊണ്ട് അവർ ഉടനെ തന്നെ ആ ഡെലിവറി ബോയോട് സഹായം ചോദിക്കാനായി പോകുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ചേർന്ന് മിസ്സിംഗ് പോസ്റ്റർ അടിച്ച് വെയിലും മഞ്ഞും വകവയ്ക്കാതെ എല്ലാ സ്ഥലത്തും ഒട്ടിക്കുന്നു. കാരണം ആ മുത്തശ്ശിയുടെ ഹസ്ബൻഡ് കുറെ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു. അത് മാത്രമല്ല അവരുടെ മകൻ പുറംനാട്ടിൽ സെറ്റിൽ ആയതുകൊണ്ട് മുത്തശ്ശിക്കുള്ള ഒരേ ഒരു കൂട്ട ആ ഡോഗ് മാത്രമാണ്. ഭാഗ്യത്തിന് അവരൊട്ടിച്ചൊരു പോസ്റ്റർ ജിയുവിന്റെ അച്ഛൻ കാണുന്നു. പക്ഷെ അവളുടെ അമ്മ ആ ഡോഗിനെ നഷ്ടമായാൽ മകൾ തകർന്നു പോകുമെന്ന് പറഞ്ഞ് അതിനെ കൊടുക്കണ്ടെന്ന് പറയുന്നു. എന്നാലും അവരുടെ ഹസ്ബൻഡ് അതിനെ കൊടുക്കുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തതും അവർ അത് സമ്മതിച്ച് ജിയുവിനോട് അതിനെപ്പറ്റി സംസാരിക്കാനായി പോകുന്നു. അത് കേട്ട് കരയാൻ തുടങ്ങിയ ജിയു ആദ്യമായി അവരെ അമ്മയെന്ന് വിളിക്കുന്നു. പക്ഷെ അവൾ വാശി പിടിക്കുമെന്ന് വിചാരിക്കുമ്പോൾ വളരെയധികം മെച്ചൂർഡായി ആ ഡോഗിനെ തിരിച്ചു കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. അടുത്ത ദിവസം മുത്തശ്ശി അവിടേക്ക് വന്നതും ഡോഗ് അവരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. ജിയു കരയുന്നത് കണ്ട മുത്തശ്ശി അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡോഗിനെ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ വീട്ടിലേക്ക് വന്നത് മുതൽ ഡോഗും വളരെയധികം വിഷമിച്ചു കിടക്കുന്നു. അതിന്റെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി ജിയുവിന്റെ ഫാമിലിയെ ക്രിസ്മസ് പാർട്ടിക്ക് വരാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ദിവസങ്ങളോളം ഡോഗിനെ കാണാതിരുന്ന ജിയു അതിനെ കണ്ടതും ഹാപ്പി ആവുന്നു. അപ്പോൾ മുത്തശ്ശി അവളുടെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നു. നോക്കുമ്പോൾ താൻ മകന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഡോഗിനെ അവൾക്ക് തന്നെ കൊടുക്കുന്നു.